India is projected to become a $10 trillion economy, but almost nobody is talking about what. ലോകമെമ്പാടുമുള്ള വൻകിട സമ്പദ് വ്യവസ്ഥകൾ അവരുടേതായ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആഗോള ബിസിനസ് ഭൂപടത്തിൽ വലിയ നിശബ്ദതകൾക്കിടയിൽ ഒരു വൻ കൊടുങ്കാറ്റ് രൂപപ്പെടുന്നുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത വലുപ്പത്തിൽ, ആർക്കും തടുത്തു നിർത്താനാകാത്ത വേഗത്തിൽ. ഇതൊരു വെറും രാജ്യത്തിൻ്റെ വളർച്ചയല്ല, ഇത് കടുത്ത സാമ്പത്തിക അധിനിവേശമാണ്. അതെ, ലോകം ഇന്ന് ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇന്ത്യ, ദ $10 trillion എക്കണോമി. 2026 നിൽക്കുന്ന ഇന്ത്യക്ക് അടുത്ത ഒരു ദശാബ്ദത്തിനുള്ളിൽ ഈ അസാധ്യ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമോ? ഇതിനു പിന്നിലെ യഥാർത്ഥ സാമ്പത്തിക ശാസ്ത്രവും ആരും പറയാത്ത രാഷ്ട്രീയ പശ്ചാത്തലവും എന്താണ്? ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുന്ന ഇന്ത്യയുടെ രഹസ്യ നീക്കത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇന്ത്യ ഇന്ന് എവിടെയാണ്? നിലവിൽ ലോകത്തിൻ്റെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിലൊന്നാണ് ഇന്ത്യ. ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഏകദേശം $4 മുതൽ $5 trillion വരെ വലുപ്പത്തിലാണ് എത്തി നിൽക്കുന്നത്. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ വൻ ശക്തികളുടെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ഇന്ത്യ അടുത്ത ഏതാനും വർഷത്തിനുള്ളിൽ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് ആഗോള റേറ്റിംഗ് ഏജൻസികൾ ഒരേ സ്വരത്തിൽ പ്രവചിക്കുന്നത്. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ ഈ $10 trillion സ്വപ്നം? ലളിതമായി പറഞ്ഞാൽ, ഒരു രാജ്യം ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യത്തെയാണ് നമ്മൾ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യ $10 trillion എത്തുക എന്നാൽ നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക വലുപ്പത്തിൽ ഇരട്ടിയേറെയായി രാജ്യം വളരുക എന്നാണ് അർത്ഥം. ഇത് കേൾക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നാം, പക്ഷേ ഇന്ത്യയുടെ കയ്യിൽ ലോകത്തിൽ മറ്റാർക്കുമില്ലാത്ത ചില വജ്രായുധങ്ങളുണ്ട്. ഇന്ത്യയുടെ 3 മഹാശക്തികളെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യക്ക് ഇത് എങ്ങനെ സാധ്യമാകും എന്ന് ചോദിച്ചാൽ, ലോക സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ കെട്ടിപ്പടുത്ത 3 പ്രധാന തൂണുകളാണ്. ആ 3 പില്ലറുകളെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ യുവജന ശക്തി, ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ചൈന, ജപ്പാൻ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ ജനസംഖ്യ പ്രായമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയുടെ 65% ജനങ്ങളും 35 വയസ്സിൽ താഴെയുള്ളവരാണ്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി ശക്തിയും ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണിയും ഒരേ സമയം ഇന്ത്യയുടെ കയ്യിലാണ്. രണ്ടാമതായി ഡിജിറ്റൽ വിപ്ലവം. UPI, ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ, ഓൺലൈൻ ബാങ്കിങ് സംവിധാനങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യ ലോകത്തെ നെട്ടിച്ചു കഴിഞ്ഞു. ഒരു ചെറിയ ഗ്രാമത്തിലെ പെട്ടിക്കടകൾ മുതൽ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വരെ ഇന്ന് ഒരൊറ്റ ഡിജിറ്റൽ നെറ്റ്വർക്കിൽ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഇന്ത്യയുടെ കള്ളപ്പണം ഇടപാടുകളെ കുറയ്ക്കുകയും സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സുതാര്യമാക്കുകയും ചെയ്തു. മൂന്നാമതായി ഉൽപാദന മേഖലയിലെ മുന്നേറ്റമാണ്. മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇനീഷ്യേറ്റീവ് PLI പോലുള്ള പദ്ധതികളിലൂടെ ചൈനയ്ക്ക് ബദലായി ഒരു ആഗോള ഉൽപാദന കേന്ദ്രമായി ഇന്ത്യ മാറുകയാണ്. ആപ്പിൾ, സാംസങ് ഉൾപ്പെടെയുള്ള ആഗോള ഭീമന്മാരുടെ തങ്ങളുടെ നിർമ്മാണ ശൃംഖലകൾ ഇന്ത്യയിലേക്ക് മാറ്റുന്നത് ഇതിന് കൃത്യമായ തെളിവാണ്. രാഷ്ട്രീയ സ്ഥിരതയും കോർപ്പറേറ്റ് അജണ്ടയും. ഇവിടെയാണ് നമ്മൾ കഥയുടെ രാഷ്ട്രീയ വശത്തേക്ക് കടക്കേണ്ടത്. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വെറും നയങ്ങൾ കൊണ്ട് മാത്രം സാധ്യമല്ല. അതിന് ശക്തമായ രാഷ്ട്രീയ സ്ഥിരത, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൂടി വേണം. ഒരു സർക്കാർ ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ മാത്രമാണ് അന്താരാഷ്ട്ര നിക്ഷേപകർക്ക് ആ രാജ്യത്തിൽ വിശ്വാസം വളർന്നു വരുന്നത്. റോഡുകൾ, തുറമുഖങ്ങൾ, എക്സ്പ്രസ് വേകൾ, വ്യവസായ പാർക്കുകൾ എന്നിവയിലൂടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ നടത്തുന്ന ഭീമമായ നിക്ഷേപങ്ങൾ ഭാവിയിലെ വളർച്ചയുടെ അടിത്തറയാണ്. എന്നാൽ രാഷ്ട്രീയ സ്ഥിരത മാത്രം പോരാ, നയങ്ങളിൽ തുടർച്ചയും വേണം. ഇന്ന് ആരംഭിക്കുന്ന ഒരു വൻകിട വ്യവസായ പദ്ധതിയുടെ പൂർണ്ണ ഫലം ലഭിക്കാൻ 10-15 വർഷങ്ങൾ എടുത്തേക്കാം. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും രാജ്യത്തിന് സാമ്പത്തിക ദിശ മാറ്റാതെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നതാണ് ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാന പരീക്ഷണം. അടുത്തത് കടുത്ത യാഥാർത്ഥ്യങ്ങളും വെല്ലുവിളികളും എന്ന പോയിന്റ് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഈ നാണയത്തിൻ്റെ ഒരു വശം മാത്രം കാണേണ്ടതില്ല. $10 trillion എന്ന് കേൾക്കുമ്പോൾ ഒരു വളരെ മനോഹരമായ ലക്ഷ്യമാണ്. പക്ഷേ ഇന്ത്യക്ക് മുന്നിലുള്ള കടുത്ത യാഥാർത്ഥ്യങ്ങളും വെല്ലുവിളികളും നമ്മൾ വിസ്തരിച്ചുകൂടാ. ഒന്നാമതായി തൊഴിലവസരങ്ങൾ. ഓരോ വർഷവും ലക്ഷക്കണക്കിന് യുവാക്കളാണ് ബിരുദം തേടി നമ്മുടെ തൊഴിൽ വിപണിയിലേക്ക് വരുന്നത്. അവർക്ക് അനുയോജ്യമായ പുതിയ തൊഴിലുകൾ കൃത്യസമയത്ത് സൃഷ്ടിക്കുക എന്നത് ഭരണകൂടത്തിന് വലിയ ബാധ്യതയാണ്, കടമ്പയാണ്. രണ്ടാമതായി വിദ്യാഭ്യാസവും നൈപുണ്യവും. വെറും ഒരു വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഇന്നത്തെ ആഗോള വിപണിയിൽ മത്സരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരവും
സ്കിൽ ഡെവലപ്മെൻറ്റും അന്താരാഷ്ട്ര തലത്തിൽ ഉയരേണ്ടതുണ്ട്. മൂന്നാമതായി സാമ്പത്തിക അസമത്വം, ഇൻഇക്വാലിറ്റി. രാജ്യം വളരുമ്പോൾ നഗരങ്ങൾ മാത്രം വളർന്നാൽ പോരാ, ഗ്രാമങ്ങളും വളരണം. സമ്പത്ത് കുറച്ചുപേരുടെ കൈകൾ മാത്രം കേന്ദ്രീകരിക്കാതെ സമൂഹത്തിൻ്റെ അവസാനത്തെ സാധാരണക്കാരനിലേക്കും ഈ വളർച്ചയുടെ ഫലം എത്തണം. എങ്കിൽ മാത്രമേ യാഥാർത്ഥ്യത്തിൽ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിക്കൂ. ലോകത്തിൻ്റെ കണ്ണ് ഇന്ത്യയിലേക്കാണ്. ഈ വെല്ലുവിളി നിലനിൽക്കുമ്പോഴും ലോകത്തിലെ വൻ ശക്തികളായ അമേരിക്കയും യൂറോപ്പും ജപ്പാനും മിഡിൽ ഈസ്റ്റും ഇന്ന് ഇന്ത്യയിലേക്ക് തങ്ങളുടെ നിക്ഷേപത്തിന് കോടിക്കണക്കിന് ഡോളർ ഒഴുക്കുകയാണ്. കാരണം അവർ ഇന്ത്യയെ കാണുന്നത് വെറും ഒരു വിപണിയായിട്ടല്ല, മറിച്ച് ഭാവി ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന സാങ്കേതിക, സാമ്പത്തിക, സൈനിക ശക്തിയാണ്. 1.4 ബില്യൺ ജനങ്ങളുടെ ഈ മഹാരാജ്യം ഇന്ന് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കുതിപ്പിലാണ്. ഈ നൂറ്റാണ്ടിൻ്റെ ആഗോള സാമ്പത്തിക ചരിത്രം എഴുതുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം ഇന്ത്യയെക്കുറിച്ചായിരിക്കും. കാരണം ലോകം ഇന്ന് കാണുന്നത് വെറും ഒരു വളരുന്ന സമ്പദ് വ്യവസ്ഥയല്ല, മറിച്ച് ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു പുതിയ സാമ്പത്തിക ശക്തിയുടെ ഉദയത്തെയാണ്. ഇന്ത്യയുടെ ഈ ലോകത്തിലെ കുതിപ്പിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? വരും ദശാബ്ദങ്ങളിൽ ഇന്ത്യയെ ലക്ഷ്യം നേടുമോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ആഗോള രാഷ്ട്രീയ വിശകലനവുമായി വീണ്ടും നമുക്ക് കാണാം. ബൈ.